السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ഉലമ ആക്ടിവിസത്തിൻ്റെ ലോക മോഡൽ സമസ്ത 100 വർഷം എത്തിച്ചേരുമ്പോൾ ആ 100 പ്രകാശവർഷത്തെക്കുറിച്ചുള്ള ചില വിലയിരുത്തലുകളാണ് ആഗ്രഹിക്കുന്നത്. പ്രകാശത്തെക്കുറിച്ച് പ്രയോഗിക്കാൻ പരിശുദ്ധ ഖുർആനിൽ 2 പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നൂറ്, ളിയാ. 43 പ്രാവശ്യം നൂറും 3 പ്രാവശ്യം ളിയാഉം. ഇവ രണ്ടിലും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ചില പണ്ഡിതന്മാർ സംസാരിക്കുന്നുണ്ട്. സയ്യിദ് മുത്തവല്ല ഷഅറാവിയുടെ തഫ്സീറിൽ സൂറത്ത് യൂനുസിൻ്റെ 5-ാമത്തെ വാക്യം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ളിയാ എന്ന് പറഞ്ഞാൽ ഊഷരമായ പ്രകാശം, ചൂടോടുകൂടെയുള്ളത്, അത്യാവശ്യം സ്ട്രോങ് ഉള്ളത്. ളിയായിൽ നിന്ന് രക്ഷപ്പെടാൻ കുട പോലെയുള്ള സംവിധാനങ്ങൾ വേണ്ടിവരും. നൂറാണെങ്കിലോ മനോഹരവും ആസ്വാദ്യകരവുമായ ശാന്തമായ പ്രകാശം. സമസ്തയുടെ 100 പ്രകാശവർഷത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ 2 വിധമുള്ള പ്രകാശങ്ങളും നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ തിരുത്തേണ്ടിടത്ത് തിരുത്തിയും ആശ്വസിപ്പിക്കേണ്ടിടത്ത് അത് ചെയ്തും ഒരു വലിയ ജനസഞ്ചയത്തെ ആത്മാഭിമാനത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഉയർത്തുകയും ആദർശ ഭൂമികയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. അതിനുവേണ്ടി ഏതാനും മിനിറ്റുകളിൽ പറഞ്ഞു തീർക്കാനാവുന്നതിനപ്പുറം വലിയ മുന്നേറ്റവും സംരംഭങ്ങളും സമസ്ത നടപ്പിലാക്കി. പരിശുദ്ധ ഇസ്ലാം കേരളത്തിലേക്ക് എത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെയാണ്. MGS നാരായണനെ പോലെയുള്ളവർ മാലിക് ഇബ്നു ദീനാർ തങ്ങളുടെ ചരിത്രത്തെ നിഷേധിക്കുന്ന പ്രവണത പുതിയ കാലത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ചരിത്രത്തെ വളരെ വ്യവസ്ഥാപിതമായി പഠിച്ച പലരും, TR വേണുഗോപാലിനെ പോലെയുള്ളവർ, നമ്മൾ തൃശ്ശൂരിലാണ് ഈ സംഗമം നടത്തുന്നത്. തൃശ്ശൂരിനെ കുറിച്ച് തന്നെ എഴുതിയ പുസ്തകത്തിൽ സമ്പത്തും അധികാരവും ഒരു തൃശ്ശൂർ മാതൃക എന്ന പേരിലുള്ളൊരു പുസ്തകമുണ്ട്. അതിൻ്റെ 302, 303 പേജുകളിൽ അദ്ദേഹം പറയുന്നത് കാണാം, ഇത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക പൈതൃകത്തിൽ മാത്രമാണ് പറയുന്നതെന്നാൽ മാലിക് ഇബ്നു ദീനാർ തങ്ങളുടെ ചരിത്രം ഏതെങ്കിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ മാത്രമാണ് പറയുന്നതെങ്കിൽ അത് ഇസ്ലാം മതത്തിന് കുറച്ചുകൂടെ ആധികാരികത ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ കേരള ചരിത്രം ആധികാരികമായി പറയുന്ന കേരളോൽപ്പത്തി പോലെയുള്ള ബ്രാഹ്മണിക്കൽ പുസ്തകങ്ങളിലും ഇത് വിസ്തരിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഇങ്ങനെയുള്ളൊരു പുസ്തകത്തിൽ എന്തിനാണ് അവരിൽപ്പെട്ട ഒരു രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറയേണ്ടത്, വിശദീകരിക്കേണ്ടത്? അത് വസ്തുത തന്നെയാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. കേരള ചരിത്രത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ തനതായ ശൈലിയാണ് കാലം ഇതുവരെയും നിലനിന്നു വന്നത്. ഇടക്കാലത്തുള്ള അപവാദങ്ങളാണ് സമസ്തയുടെ ഊർജ്ജസ്വലതയ്ക്ക് വലിയ കാരണമായി തീർന്നതും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ പരിശീലിച്ചു വന്ന കേരളത്തിലെ ഇസ്ലാം അതെന്തായിരുന്നു എന്നതിന് കൃത്യമായ തെളിവുകൾ പൂർവികരുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് ലഭ്യമാണ്. ഖാലി മുഹമ്മദ് റഹ്മഹുള്ള ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ സാമൂതിരിക്ക് വേണ്ടി ഒരു സമരാഹ്വാനം എന്ന പേരിൽ ഒരു പുസ്തകം കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. സാമൂതിരിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ മുസ്ലിമീങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നിർമ്മിച്ച ഒരു വെള്ളിയാഴ്ച ഖുതുബയാണത്. അത് കണ്ടെടുത്തതിൻ്റെ വിശദീകരണം സഹിതം അവർ പുറത്തിറക്കിയതാണ്. ആ പുസ്തകത്തിൽ 2 കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഒന്ന്, ആരാണ് ഖാലി മുഹമ്മദ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം അന്നത്തെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു, 500ഓളം ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിരുന്നു, വലിയ മുഫ്തിയായിരുന്നു. അദ്ദേഹത്തെ കവച്ചു വയ്ക്കുന്ന ഇൽമുള്ള ഒരാൾ അന്നില്ലായിരുന്നു എന്ന് ഖാലി മുഹമ്മദിനെ വിശദീകരിക്കുന്നു. രണ്ടാമത്തേത്, ഈ ഖുതുബ പ്രഭാഷണം വെള്ളിയാഴ്ചയിലെ ജുമയ്ക്ക് അവതരിപ്പിക്കാനുള്ളതാകയാൽ അറബിയിലാണെന്ന് 2 ഇടങ്ങളിൽ പറയുന്നു. കേരള മുസ്ലിം
സമസ്തയുടെ മുന്നേ എന്ത് ആദർശം വെച്ച് പുലർത്തി എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. 500-ലധികം ഗ്രന്ഥങ്ങൾ രചിക്കുകയും അന്നത്തെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനാവുകയും മുഫ്തിയാവുകയും ചെയ്ത ഖാലി മുഹമ്മദ് എന്തായിരുന്നു വിശ്വസിച്ചിരുന്നത് എന്നതിന് വ്യക്തമായ തെളിവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളത്തിന് ലിപി കണ്ടെടുക്കുന്നതിൻ്റെ മുന്നേ കേരള മുഅ്മിനീങ്ങളെല്ലാവരും ഏകദേശം കാണാതെ പഠിച്ച മുഹയ്യുദ്ദീൻ മാല. ഈ ഒരു ആദർശത്തിന് ഭംഗം വരുത്താനുള്ള ചില പ്രയത്നങ്ങൾ സജീവമായുണ്ടായി. അതുമാത്രമാണ് സമസ്തയുടെ ജനനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നല്ല ഞാൻ പറയുന്നത്. 1921 കലാപവും സമരവും നമുക്കൊക്കെ അറിയാം. മാതൃരാജ്യത്തിന് വേണ്ടി മുസ്ലിം സമൂഹം ധാരാളമായി പോരടിച്ചു. 30,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. അതിലേറെ ആളുകൾ നാട് കടത്തപ്പെട്ടു. കെ.പി. നാരായണമേനോനും സഹപ്രവർത്തകരും എന്ന പുസ്തകത്തിൽ ഇതിൻ്റെ ദുഃഖകരമായ കഥ കെ.പി. നാരായണമേനോൻ വിശദീകരിക്കുന്നത് കാണാം. ഞാൻ അങ്ങോട്ട് പോവല്ല. ഈ ഒരു ശൂന്യതയിൽ കേരള സമൂഹം വറങ്ങലിച്ചു നിന്നിരുന്നു. അദ്ദേഹം തന്നെ വൈസ്രോയ്ക്ക് കത്തെഴുതുന്നുണ്ട്. കേരളത്തിലെ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ ആത്മാഭിമാനമുള്ളവരാണ്. അവരൊരിക്കലും യാചനക്ക് പോകില്ല. പക്ഷേ ഇന്ന് മദ്രാസിൽ റംസാനിൽ കാണുന്ന മുസ്ലിം സ്ത്രീകളൊക്കെ കേരളത്തിൽ നിന്ന് കയറി വന്നതാണ്. അവർക്ക് ആശ്രയിക്കാൻ ആരുമില്ല എന്നും പറഞ്ഞിട്ട് ഈ ഒരു ശൂന്യതയിൽ വല്ലാതെ സാമ്പത്തികമായും അധികാരപരമായും എല്ലാ അർത്ഥത്തിലും തോറ്റു നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ ചുളിവിലൂടെ കേരള സമൂഹത്തിൻ്റെ ഇതുവരെ പറഞ്ഞു വെച്ച ആ വിശ്വാസത്തിൽ നിന്ന് അവരെ തെറ്റിക്കാമെന്ന വിചാരത്തിലാണ് ചില കപട പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ സമയത്താണ് 1926 സമസ്ത രൂപീകരിക്കപ്പെടുന്നത്. പിന്നീട് ഇങ്ങോട്ട് കേരള മുസ്ലിങ്ങളുടെ ഭാഗതയെ നിർവഹിച്ചു ഈ ഒരു മഹാപ്രസ്ഥാനം. അവർക്ക് ആത്മവിശ്വാസം നൽകി എന്നതാണ് ഏറ്റവും പ്രധാനം. ആ ഒരു ഘട്ടത്തിലാണ് എം എ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ വൈജ്ഞാനികമായ സാഹിത്യപരമായ വിപ്ലവങ്ങൾ നടക്കുന്നത്. സഹാബത്തിൻ്റെ ആത്മവീര്യം എന്ന എം എ ഉസ്താദിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം എല്ലാം കൊണ്ടും തകർന്നു കിടക്കുന്ന സമൂഹത്തെ പ്രോജ്വലിപ്പിക്കാനായിരുന്നു. അത് 100% വിജയിക്കുകയും ചെയ്തു. അങ്ങനെ മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാത്ത വിധം മുസ്ലിം സമൂഹം അവരുടെ സത്വബോധം വീണ്ടെടുത്തു. സംസ്ഥയുടെ രൂപീകരണത്തിൻ്റെ ഒക്കെ കുറേ ശേഷം 1948 രൂപീകൃതമായ ചില സാമുദായിക പ്രസ്ഥാനങ്ങൾ കേരളത്തിലുള്ള വൈജ്ഞാനികമായ ദീനീപരമായ ഉജ്ജ്വലതയുടെ അവകാശങ്ങൾ പലപ്പോഴുമൊക്കെ നേടാനുള്ള ശ്രമം നടത്താറുണ്ട്. നമ്മളത് കാണാറുണ്ട്. പക്ഷേ ഇതിലേറെ വ്യാപകമായ രീതിയിൽ മറ്റു സ്റ്റേറ്റുകളിൽ അവർ പ്രവർത്തിച്ചിട്ടും എംപിമാരും MLA-മാരും ഭരണസാരഥ്യങ്ങളുമൊക്കെ ഉണ്ടായിട്ടും ഇന്നും ശോചനീയമായ അവസ്ഥയിലാണ് ആ സ്റ്റേറ്റിലുള്ള മുസ്ലിങ്ങളുള്ളത്. സമസ്തയുടെ വിവിധങ്ങളായ ഘടകങ്ങൾ SYS-ഉം SSF-ഉം അടക്കമുള്ള വിദ്യാഭ്യാസ ബോർഡ് അടക്കമുള്ള വിവിധ സംരംഭങ്ങൾ ആ സമൂഹത്തെ ഉദ്ധരിക്കാനുള്ള ശ്രമം സജീവമായി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരൊക്കെ അതിൻ്റെ അവകാശം ഏറ്റെടുക്കാൻ ശ്രമിച്ചാലും കേരള മുസ്ലിങ്ങൾ ഇന്ന് ലോകത്തിന് മാതൃകയായി വൈജ്ഞാനികമായും എല്ലാ അർത്ഥത്തിലും മുന്നേറി നിൽക്കുന്നത് ഈ സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഒരൊറ്റ മുന്നേറ്റം കൊണ്ട് മാത്രമാണ്. സമസ്ത രൂപീകരിക്കപ്പെട്ട് തൊട്ട് പിറ്റത്തെ വർഷം 1927 താനൂരിൽ വെച്ച് സമസ്തയുടെ 1ാമത്തെ സമ്മേളനം ഫെബ്രുവരി 27 നടക്കുമ്പോൾ അതിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം സമസ്തയ്ക്ക് സമൂഹത്തോട് സംവദിക്കാനും ദീനീവിരുദ്ധമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാനും ഒരു മാധ്യമം ആവശ്യമാണെന്നും അൽബയാൻ എന്ന പേരിൽ പത്രം തുടങ്ങണമെന്നുമായിരുന്നു. നമ്മുടെ നേതാക്കളുടെ കഠിനമായ യജ്ഞത്തിൻ്റെ ഭാഗമായി 1929 ഡിസംബർ മാസത്തിൽ തന്നെ അൽബയാൻ എന്ന പത്രം കേരളത്തിൽ പ്രസിദ്ധീകൃതമാകുന്നു. എന്തിനാണ് ആ ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നത് എന്ന് പ്രഥമലക്കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പലപ്പോഴും അത് വായിച്ചിട്ടുണ്ടാവും. ഈ സമൂഹം എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുന്ന ഈ ഒരു ഘട്ടത്തിൽ അവരുടെ ആത്മാവിനെയും ഈമാനിനെയും ആദർശത്തെയും ചൂഷണം ചെയ്യാൻ പലരും ഇറങ്ങിപ്പെടുമ്പോൾ അവരൊക്കെ വായനയും എഴുത്തും ഇതിന് മാധ്യമമാക്കുമ്പോൾ പ്രതിരോധിക്കാൻ നമുക്കിത് ആവശ്യമാണെന്ന് പ്രഥമലക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് സാഹിത്യരംഗത്തുള്ള മഹാവിപ്ലവങ്ങൾ നമ്മൾ പഠിക്കുക. ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ
വിവിധ ഭാഷകളിൽ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ നിഴൽ പറ്റിയാണ് രചിക്കപ്പെടുന്നത്. ചില വിദഗ്ധ പ്രസ്ഥാനക്കാരൊക്കെ ഹദീസിനെ കുറിച്ചുള്ള അവരുടേതായ മാഗസിനുകളുടെ പ്രത്യേക പതിപ്പുകൾ ഇറക്കിയപ്പോൾ ബഹുമാന്യരാകുന്ന നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ മിർആത്ത് എന്ന് പറയുന്ന മിഷ്കാത്തിൻ്റെ ഷറഹിനെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴും ഏറ്റവും ഉജ്ജ്വലമായ ദീനീ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഏറ്റവും പുതിയ മാഗസിനുകളുടെ പതിപ്പിലും അവർ രേഖപ്പെടുത്തുന്നു. ഒരു സമൂഹത്തെ എങ്ങനെയാണ് ഉദ്ധരിക്കേണ്ടത്? ഒന്നാമതായി അവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. സമസ്തയുടെ ഓരോ പദ്ധതിയുടെയും അടിസ്ഥാന ലക്ഷ്യം അതായിരുന്നു. വഅളുകൾ അതിനു വേണ്ടിയാണ്, പള്ളികളും മദ്രസകളും നിർമ്മിച്ചത് അടിസ്ഥാനപരമായി അതിനു വേണ്ടിയാണ്. പിന്നെ വിദ്യാഭ്യാസം നൽകണം. സമസ്ത സാധിച്ച മഹാവിപ്ലവമാണ് ഈ വിദ്യാഭ്യാസം. 1951 വിദ്യാഭ്യാസ ബോർഡ് രൂപപ്പെടുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് കേവലം ഒരു പ്രാഥമിക പഠനം എന്നതിനപ്പുറം ജാമിയത്തുൽ ഹിന്ദ് പോലെയുള്ള വലിയ സംരംഭങ്ങൾ വഴി കറതീർന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നു സമസ്ത. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉത്തരേന്ത്യ അടക്കം വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യക്ക് പുറത്തുള്ള വിവിധ രാജ്യങ്ങളിലും സമസ്തയുടെ വിദ്യാഭ്യാസ വിപ്ലവം വ്യവസ്ഥാപിതമായി നടക്കുന്നു. ആത്മവിശ്വാസം രൂപീകരിക്കാനുള്ള വിവിധങ്ങളായ സംവാദങ്ങളും മുഖാമുഖങ്ങളും സമസ്ത നടത്തിക്കൊണ്ടേയിരിക്കുന്നു. യഥാസമയം സമൂഹത്തെ ഉദ്ധരിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നു. ആത്മീയത പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രധാന ഭാഗമാണ്. പക്ഷെ പലപ്പോഴും ആത്മീയതയെ ചൂഷണം ചെയ്ത് സമൂഹത്തെ വഴിതെറ്റിക്കാനുള്ള വ്യാപകമായ ശ്രമങ്ങളുണ്ടായി. വലിയ ബന്ധമുള്ളവരെ പോലെയും പുറത്തു നിർത്താൻ സമസ്ത ഇത്തരം സന്ദർഭങ്ങളിൽ ആർജവം കാണിച്ചു. അത് സമൂഹത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്തു. 1974 നൂറിഷാ തരീഖത്തിനെതിരെ സമസ്ത തീരുമാനമെടുക്കുന്നത്. ആ സീസണിൽ തന്നെ ഉണ്ടായിരുന്ന കൊണ്ടോട്ടിക്കാരെന്ന് പറയുന്ന ഷിയാ വിഭാഗം, അതിൻ്റെ കുറേ മുന്നേ മഖ്ദൂമുകാർ അവരെ ശരിയാവണ്ണം കൈകാര്യം ചെയ്തിരുന്നുവെങ്കിലും പിന്നീടും അവർ തലപൊക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ സമസ്ത അവസരോചിതം ഇടപെടുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിലും ഇല്ലാത്ത വിധം ഷിയ എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ കേട്ടുകേൾവിയാകുന്നത്. മറ്റു ഭാഗങ്ങളിൽ അങ്ങനെയല്ല, മുംബൈയിൽ അങ്ങനെയല്ല, ഹൈദരാബാദിൽ അങ്ങനെയല്ല. സമൂഹത്തെ കൈപിടിച്ച് നയിക്കാനും അവരെ ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനും സമസ്ത എന്ന മഹാപ്രസ്ഥാനം കൂടെയില്ലാത്തതിൻ്റെ അനുഭവമാണ് ഇതര സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും സമസ്തയുടെ ലക്ഷ്യങ്ങൾക്ക് പരിശുദ്ധ ദീനിൻ്റെ പിന്തുണയുണ്ട്. അത് കൃത്യമായി നടപ്പിലാക്കുന്നതിൽ ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാർ കഠിനമായ അധ്വാനം നടത്തുകയും ചെയ്തു. അതിൻ്റെ ഫലം തന്നെയായിരുന്നു പരിശുദ്ധമായ ഈ പ്രസ്ഥാനത്തിൽ 1989 നടന്ന പുനഃസംഘടന. അതിനുശേഷം ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ സമസ്തക്കാലമാണ്. ഉസ്താദുമാരെന്ന് പറയുന്ന ആളുകൾ തീരെ അവഗണിക്കപ്പെടുകയും പണ്ഡിതന്മാർക്ക് തീരെ വിലയില്ലാതിരിക്കുകയും പണ്ഡിതന്മാർ മുന്നിൽ നിൽക്കേണ്ട വലിയ മഹാസമ്മേളനങ്ങളിൽ പോലും തീരെ അധികാരവും ആവശ്യവുമില്ലാത്ത ആളുകൾ കയ്യേറ്റം നടത്തുകയും ഒരിക്കൽ പോലും ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ശൈലി സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന രീതി വ്യാപകമായി നിലനിൽക്കരുതെന്ന് പലരും തീരുമാനിക്കുകയും ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ അത് നിവർത്തിപ്പാൻ സമസ്തയെടുത്ത വലിയ തീരുമാനമായിരുന്നു അത്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് അറിയാവുന്നതുപോലെ ഇതര വിദേഹത്ത് പ്രസ്ഥാനക്കാരൊക്കെ അവരുടെ വാർഷികം പല രീതിയിൽ നടത്തിയിട്ടും ഇപ്പോഴും അവരന്നേ പറഞ്ഞ തൗഹീദ് തന്നെ ആവർത്തിച്ച് പറയേണ്ട വിധം ഈ സമൂഹം അവരോട് പിന്തിരിഞ്ഞു നിന്നു എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം ഈ ഉലമാക്കളുടെ മഹാപ്രസ്ഥാനമാണ്, അവരുടെ പ്രവർത്തനമാണ്. ഇന്ന് പക്ഷേ എടുത്തുപോയെന്ന് അവരവകാശപ്പെടുന്ന കുറേ ദീനീപരമായ സംരംഭങ്ങളുണ്ട്. ബുറുദ പോലെയുള്ളത്, അവരുടെ പല മൗലവിമാരും അവരുടെ വിഭജനത്തിൻ്റെ മുന്നേ തന്നെ എഴുതി വെച്ച പുസ്തകങ്ങളിൽ നമുക്ക് കാണാവുന്ന അവരുടെ പ്രവർത്തനം കാരണം എടുത്തുപോയി എന്ന് പറയുന്ന ബുർദ പോലുള്ള പരിശുദ്ധ ദീനിൻ്റെ ആചാരങ്ങൾ ചെറുപ്പക്കാരാകുന്ന SSFകാർക്ക് പോലും മുഴുവൻ കാണാതെ അറിയുന്ന വിധം
വ്യാപകമായി കേരളത്തിൽ പ്രചരിക്കപ്പെട്ടു. എല്ലാവരും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. എന്ന് വച്ചാൽ ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ച് ഹബീബായ നബിതങ്ങളോടൊപ്പം സ്വർഗം പ്രാപിക്കാനുള്ള ഏതൊക്കെ രീതിയുണ്ടോ അതൊക്കെയും ഈ 100 വിപ്ലവ വർഷങ്ങൾക്കിടയിൽ സമസ്ത സമൂഹത്തെ പഠിപ്പിക്കുകയും വിരുദ്ധരായ ശക്തികളെ മൊത്തം ഏത് രീതിയിലൊക്കെ നേരിടണം ആ രീതിയിലൊക്കെ നേരിടുകയും അങ്ങനെ പരിശുദ്ധ ദീനിൻ്റെ ഇസ്സത്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ എപ്പോഴും നിലനിർത്തി വരികയും ചെയ്തു എന്നതാണ് ഈ പ്രസ്ഥാനം നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റം. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 100 വർഷങ്ങൾക്കിടയിൽ വലിയ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ പണ്ഡിതന്മാരുടെ പുനർജനി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിവിധങ്ങളായ ഗ്രന്ഥങ്ങളുണ്ട്, കോളേജുകളും സ്ഥാപനങ്ങളും വലിയ വലിയ ദർസുകളുമുണ്ട്. ഇതര സ്റ്റേറ്റുകളിൽ പോലും അത് കൃത്യമായി നടക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ വലിയ വിപ്ലവങ്ങൾ നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും സംസ്ഥയുടെ ഇടപെടൽ മൂല്യവത്തായ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും അധികം കൊറോണക്കാലത്ത് സമൂഹത്തിന് ഭീഷണിയായത് യുക്തിവാദവും മറ്റുമായിരുന്നു. അദാനിയെ പോലെയുള്ള അംബാനിയെ പോലെയുള്ള വൻകിട മുതലാളിമാർ സോഷ്യൽ മീഡിയയിൽ വലിയ സൗജന്യങ്ങളുമായി പുറത്തിറങ്ങിയപ്പോൾ അത് ആസ്വദിച്ച് തലതിരിഞ്ഞൊരു ജീവിതത്തിലേക്ക് സമൂഹം പാകപ്പെട്ടു വരുന്ന സന്ദർഭത്തിലാണ് സമസ്ത ആ രംഗത്തും ശക്തമായ ഇടപെടൽ നടത്തുന്നത്. അങ്ങനെയാണ് സമൂഹത്തിൽ ഈ വിധത്തിലുള്ള പ്രവണതകൾ ഇല്ലാതെയാകുന്നതും അവർ പ്രതിരോധത്തിലാകുന്നതും. SYS പോലെയുള്ള മഹത്തായ സംഘടനകൾ സമസ്തയ്ക്ക് ഒപ്പം നിൽക്കുകയും സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങളും സമൂഹത്തിലേക്ക് എത്തിക്കുകയും ഓരോ നാഴികക്കല്ല് സൃഷ്ടിക്കുന്നതിലും മുന്നിൽ നിൽക്കുകയും ചെയ്തപ്പോൾ കേരള മുസ്ലിങ്ങൾക്ക് ഇന്ന് അഭിമാനത്തിൻ്റെ വലിയ നിമിഷങ്ങളാണ് കാണാനാകുന്നത്. ഈ പ്രകാശം ഇനിയും തുടരണം. പരിശുദ്ധ ഖുർആൻ സൂറത്തു സഫിൽ 8-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, പലരും ഈ പ്രകാശത്തെ കെടുത്തിക്കളയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു, നടത്തുക തന്നെ ചെയ്യും. പക്ഷേ വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹു അവൻ്റെ പ്രകാശം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ട്? സാത്വികരായ മഹാപണ്ഡിതന്മാർ ഈ ദീനിൻ്റെ സംരക്ഷണത്തിനും പുനരുദ്ധാനത്തിനും നിലനിൽപ്പിനും വേണ്ടി ആത്മാർത്ഥതയുടെ ഹിമാലയ ശൃംഖത്തിൽ നിന്ന് സ്ഥാപിച്ചെടുത്തതാണ് ഈ മഹാപ്രസ്ഥാനം. അത് ലക്ഷ്യത്തിലേക്കെത്തും. അതിൻ്റെ ഓരം ചേർന്ന് നിൽക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ ഏറ്റവും വലിയ തൗഫീഖിൻ്റെ ഉടമസ്ഥരാണെന്ന് ഓരോരുത്തരും ഉൾക്കൊള്ളണമെന്ന വിനീതമായ അപേക്ഷയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.